ഭൂമിയിൽ സംഭവിക്കുന്ന ഓരോ കാര്യത്തിനും അതിൻ്റെതായ സവിശേഷതകളുണ്ട്. അത്തരത്തിൽ പ്രത്യേകതകൾ നിറഞ്ഞ രണ്ട് സംഭവങ്ങളിലേക്കാണ് ഞാനിന്ന് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. പുരാതന ഈജിപ്ത് സമ്പന്നവും ഫലഭൂയിഷ്ഠവുമായിരുന്നുവെങ്കിലും കഠിന കാലാവസ്ഥയായിരുന്നു. നൈൽ തീരങ്ങളിലെ ഊഷ്മള കാലാവസ്ഥയും മൃഗങ്ങളുടെ സാന്നിധ്യവും ഭക്ഷ്യസംഭരണികളും കെട്ടിക്കിടക്കുന്ന വെള്ളവും കാരണം ഈച്ചക്കൂട്ടങ്ങൾ ഉൾപ്പെടെ പ്രാണികൾ സർവ്വസാധാരണമായിരുന്നു. ഈജിപ്തിലെ ഫറവോമാരും മറ്റുന്നതരും ഈച്ചകളെ കഠിനമായി വെറുത്തിരുന്നു. ഈച്ചകൾ തങ്ങളുടെ ശരീരത്ത് വന്നിരിക്കുന്നത് ദോഷമുണ്ടാക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഈജിപ്തിലെ ഫറവോയും ഈച്ചകളും തമ്മിലുള്ള രസകരമായ ഒരു ബന്ധത്തെപ്പറ്റിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഫറവോയെ ഈച്ചകളിൽ നിന്ന് സംരക്ഷിക്കാൻ ഒരു വിചിത്ര നടപടി ഈജിപ്തിലുണ്ടായിരുന്നെന്ന് വാദമുണ്ട്. രാജസേവകരുടെ ശരീരത്തിൽ തേനോ മറ്റും മധുരമുള്ള വസ്തുക്കളോ പുരട്ടുന്നതായിരുന്നു ഈ രീതി. ഇതിനാൽ ഫറവോയ്ക്കരികിലേക്ക് പോകാതെ ഈച്ചകൾ സേവകർക്ക് ചുറ്റും പൊതിയും. ഫറവോയ്ക്ക് സമീപം ഈ സേവകൻ നിൽക്കുമ്പോൾ മറ്റു പരിചാരകർ വിശറികൊണ്ട് വീശിയും മറ്റു രീതിയിലും പ്രാണികളെ അകറ്റി നിർത്താൻ ശ്രമിച്ചിരുന്നു. ഈ രീതി നിലവിലുണ്ടായിരുന്നോ എന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ തർക്കങ്ങളുണ്ട്. എന്നാൽ രാജകീയ സദസ്സുകളിൽ പ്രാണികളെ വഴിതിരിച്ചു വിടുന്നതിനുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചിരുന്നെന്ന് പുരാതന രേഖകളും പിൽക്കാല ചരിത്ര ഗ്രന്ഥങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. പുരാതന ഈജിപ്തിൽ തേനിന് ഏറെ വിലയുണ്ടായിരുന്നു. ഭക്ഷണം എന്നതിലുപരി ഔഷധം, ആചാരങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മമ്മിയാക്കുന്ന പ്രക്രിയ എന്നിവയ്ക്കും തേൻ ഉപയോഗിച്ചിരുന്നു. തേൻ പുരാതന ഈജിപ്ഷ്യൻ സമൂഹം വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ഈ ഈജിപ്ഷ്യൻ സമൂഹം ഫറവോമാരെ ഭൂമിയിലെ ജീവിക്കുന്ന ദൈവങ്ങളായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. അതിനാൽ അവരുടെ സുഖസൗകര്യങ്ങൾക്ക് അതീവ പ്രാധാന്യം നൽകിയിരുന്നു. സേവകരും തൊഴിലാളികളും സമൂഹത്തിൽ താഴ്ന്ന സ്ഥാനത്തായിരുന്നു. രാജകുടുംബത്തെ സേവിക്കുന്നതിനായി കഠിന ജോലികൾ ചെയ്യാൻ അവർ നിർബന്ധിതരായിരുന്നു. ഫറവോമാരുടെ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി പുരാതന ഈജിപ്ഷ്യൻ രാജസദസ്സുകളിൽ അസാധാരണമായ പല മാർഗങ്ങളും സ്വീകരിച്ചിരുന്നു. സേവകർ തൂവലുകൾ കൊണ്ടുള്ള വിശറികൾ ഉപയോഗിച്ചു. സുഗന്ധ തൈലങ്ങളും പെർഫ്യൂമുകളും ഒരു പരിധിവരെ പ്രാണികളെ അകറ്റാൻ സഹായിച്ചിരുന്നു. എന്നാൽ പുരാതന ഈജിപ്തിനെ കുറിച്ചുള്ള ഇത്തരം നാടകീയമായ പല കഥകളും പിൽക്കാല എഴുത്തുകാരുടെ അതിശയോക്തികളാണെന്നും ചരിത്രകാരന്മാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടക്കാം. ആത്മാക്കൾക്ക് വഴികാട്ടുന്ന ഷോലോ നായ്ക്കളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മെക്സിക്കോയുടെ ദേശീയ നായയാണ് ഇത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യം മെക്സിക്കോയിൽ ഒരു അത്ഭുതമുണ്ട്. ഒരു നായ ഇനമാണിത്. ഷോലോയിറ്റ് കിൻലി അഥവാ ഷോലോ എന്നറിയപ്പെടുന്ന ഇത് ലോകത്തെ ഏറ്റവും പുരാതനവും അപൂർവവുമായ നായ ജനുസുകളിലൊന്നാണ്. 3000 വർഷത്തിലധികം പഴക്കം ഇതിനുണ്ടെന്ന് കരുതപ്പെടുന്നു. ആസ്ട്രക് വംശജരുടെ പുരാതന ഭാഷയായ നുവാട്ടിലെ 2 വാക്കുകളിൽ നിന്നാണ് ഷോലോയിറ്റ് കിൻലി എന്ന പേരിൻ്റെ ഉദ്ഭവം. ഇടിമിന്നലിൻ്റെയും മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും ദേവനായ ഷോലോൾ, നായ എന്നർത്ഥം വരുന്ന ഇറ്റ്സ്ക്വിൻലി എന്നീ 2 വാക്കുകളാണവ. പുരാതന മെസോ അമേരിക്കൻ സംസ്കാരങ്ങളിൽ ഷോലോയ്ക്ക് സുപ്രധാന സ്ഥാനമുണ്ടായിരുന്നു. ആസ്ട്രക്, മായൻ, ടോൾടെക് വംശജർ ഈ നായകൾക്ക് ദിവ്യശക്തിയുണ്ടെന്ന് വിശ്വസിച്ചു. ആസ്ട്രക് പുരാണമനുസരിച്ച് ഷോലോൾ ദേവൻ ഈ ജനുസിനെ സൃഷ്ടിച്ച് മനുഷ്യർക്ക് പുണ്യ സമ്മാനമായി നൽകി. മരിച്ചവരുടെ ആത്മാക്കളെ പാതാളങ്ങളിലെ അപകടങ്ങളിൽ നിന്ന് വഴികാട്ടി കൊണ്ടുപോകുന്നത് ഈ നായ്ക്കളാണെന്ന് അവർ വിശ്വസിച്ചു. ഇതിൻ്റെ ഫലമായി മരണാനന്തര ജീവിതത്തിൽ സഹായിക്കുന്നതിനായി ഷോലോ നായ്ക്കളെ ഉടമകൾക്കൊപ്പം അടക്കം ചെയ്തിരുന്നു. ഷോലോകളെ ചിത്രീകരിക്കുന്ന അനേകം കളിമൺ പ്രതിമകളും പുരാവസ്തുക്കളും ഗവേഷകർ കണ്ടെടുത്തിട്ടുമുണ്ട്. ഇത് പുരാതന സമൂഹങ്ങളിൽ അവയ്ക്കുണ്ടായിരുന്ന പ്രാധാന്യം ഉറപ്പിക്കുന്നു. രോമമില്ലാത്ത ശരീരമാണ് ഈ ജനുസിൻ്റെ പ്രത്യേകത. മിക്ക ഷോലോകൾക്കും രോമം തീരെ ഉണ്ടാകാറില്ല. ചിലതിന് തലയിലോ കാലുകളിലോ വാലിലോ ചെറിയ രോമകെട്ടുകൾ കാണാം. കൗതുകകരമെന്ന് പറയാൻ രോമമുള്ള ഇനവും ഇക്കൂട്ടത്തിലുണ്ട്. അവയെയും ഇതേ ജനുസിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മിനുസമുള്ള ഇവയുടെ ചർമ്മത്തിന് കറുപ്പ്, ചാരനിറം മുതൽ വെങ്കലം വരെ, ചുവപ്പ് കലർന്ന തവിട്ട് നിറം, അങ്ങനെ പല വർണ്ണങ്ങളുമുണ്ട്. കട്ടിയുള്ള രോമക്കുപ്പായം ഇല്ലാത്തതിനാൽ ഇവയുടെ ശരീരത്തിന് സ്പർശിക്കുമ്പോൾ ചൂട് അനുഭവപ്പെടാറുണ്ട്. ഇത് ഇവയ്ക്ക് രോഗശാന്തി നൽകാനുള്ള കഴിവുണ്ടെന്ന് പണ്ടുള്ളവർ വിശ്വസിക്കാൻ കാരണമായി. ബുദ്ധിശക്തി, വിശ്വസ്തത, ശാന്തമായ സ്വഭാവം എന്നിവയ്ക്ക് പേര് കേട്ടതാണ് ഈ ഷോലോ നായ്ക്കൾ.
ഷോലോകൾ പൊതുവെ നിശബ്ദരും നല്ല നിരീക്ഷണ പാഠവുമുള്ളവരുമാണ്. തങ്ങളുടെ കുടുംബവുമായി ശക്തമായ ആത്മബന്ധം സ്ഥാപിക്കുന്ന ഇവർ അപരിചിതരോട് അല്പം അകലം പാലിക്കാറുമുണ്ട്. എന്നിരുന്നാലും ഇവ മികച്ച കാവൽ നായ്ക്കളാണ്. സ്പാനിഷ് അധിനിവേശത്തിന് ശേഷം ഈ ജനുസ് ഏതാണ്ട് വംശനാശത്തിന്റെ വക്കിലെത്തിയിരുന്നു. കാലക്രമേണ മാറിയ ജീവിതശൈലികളും യൂറോപ്യൻ നായ ജനുസുകളുടെ വരവും ഇവയുടെ എണ്ണം കുറച്ചു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ ഷോലോ ഒരു അപൂർവ ഇനമായി കണക്കാക്കപ്പെട്ടു. പിന്നീട് മെക്സിക്കൻ ബ്രീഡർമാരുടെയും സാംസ്കാരിക സംഘടനകളുടെ ശ്രമഫലമായിട്ടാണ് ഈ ജനുസിന്റെ പ്രശസ്തി വീണ്ടെടുക്കാൻ സാധിച്ചത്. ഇത്തരത്തിൽ കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുമല്ലോ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.